കിദ്വായ് നഗറിലെ ബംഗാളി ക്യാമ്പ്. സമയം രാവിലെ 11:30. ഉച്ചയ്ക്ക് 12 മണിയോടെ ചേരിയിലുള്ള ബംഗാളി സമൂഹത്തെ കാണാൻ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പ്രവേശ് സാഹിബ് സിംഗ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എത്തുന്നതിന് മുൻപ് പ്രവർത്തകരെത്തി ഒരുക്കങ്ങൾ തുടങ്ങി. കുടിലുകൾ കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ചു. പിന്നെ നേതാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. സമയം കടന്നുപോയി. പറഞ്ഞതിലും അരമണിക്കൂർ പിന്നിട്ട് 12:30. BJP സ്ഥാനാർത്ഥിയെ കാണാനില്ല. അല്പം കൂടി കഴിഞ്ഞപ്പോൾ പ്രവേശിന് പകരം ഭാര്യയെത്തി. പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോകേണ്ടി വന്ന അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആളുകളെ കണ്ട് വോട്ട് ചോദിക്കാൻ. ദുരിതമാണ് ബംഗാളി ക്യാമ്പിലുള്ളവർക്ക് പറയാനുണ്ടായിരുന്നത്. ഭൂമിയുടെ പേരിൽ പറ്റിക്കപ്പെടുന്നത്. അടച്ചുറപ്പുള്ള വീട് അടിസ്ഥാന ആവശ്യമാണ്. 1.5 lakh has been collected from these people per head. I'm saying that Pakka house will be given to them. They have been cheated. They are really sad. So from my party behalf, we are promising and we are making them ensure that when our government will come, we'll try to we'll give them a Pakka house. ഇനി ഈ ബംഗാളി ക്യാമ്പിന്റെ അവസ്ഥയൊന്ന് കാണൂ. തിരക്കുണ്ടാക്കാതെ ഒരാൾക്ക് മാത്രം നടന്നു വരാൻ കഴിയുന്ന വഴിയാണ്. ഈ ഇടനാഴിക്ക് ഇരുവശത്തുമായി ബെഡ്റൂമുകളുണ്ട്, ബാത്റൂമുണ്ട്, ചെറിയ പെട്ടിക്കടകളുമുണ്ട്. यहाँ पर हम 5 फैमिली रहते हैं. इसमें 5 जने का जगह होता है. यही खाना बनता है. देखो यहाँ पर ही नहाना धोना, वहाँ तो बाथरूम तोड़ ही दिया है. जमसेडी वालों ने बाथरूम तोड़ दिया. ये यहाँ पर खाना बनता है. बाकी यहाँ पर ये 5 जने सोता है, 2 जने ऊपर सोता है, 3 जने नीचे सोता है. ये हालात है. कल आज वोट दो, कल तुम्हें फ्लैट दिया जाएगा द्वारका में. ऐसा झूठा वादा करने के बावजूद वो वोट मांगने आ रहा है. हम इसमें सहमत नहीं है. ഈ ചേരിക്കാർക്കൊപ്പമാണ് ഡൽഹിയിലെ മധ്യവർഗത്തിന്റെ മനസ്സ്. ഇവിടെ ഇപ്പോഴും ചേരികളിൽ താമസിക്കുന്നവർ നമുക്ക് തന്നെ അറിയാം. റോഡരികിൽ തന്നെ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. അവർക്ക് ഇടയിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ട എന്താണോ അത് ചെയ്തു കൊടുക്കാൻ പറ്റുക. പണക്കാരന്റെ ഇടയിൽപ്പെട്ട അഡ്രസ്സുള്ള ദരിദ്രരാണ് ഇവിടെയുള്ളവർ. ഒരു വശത്ത് സാക്ഷാൽ എയിംസും സഫ്ദർജംഗ് ആശുപത്രിയുമുണ്ട്. മുൻവശത്ത് എയിംസിലേതടക്കം ഉദ്യോഗസ്ഥർ വസിക്കുന്ന പോഷായ ഫ്ളാറ്റ് സമുച്ചയം. പുറകിലൊരു അഴുക്കുചാലും. 2000-നടുത്ത് വോട്ടർമാരുണ്ട്. നല്ലൊരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന വീടുകൾക്ക് പകരം നഗരത്തിൽ തന്നെ മികച്ച സൗകര്യം ഒരുക്കാമെന്നൊക്കെയുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനം മാത്രമായി ഇവർ കാണുന്നു. सब लोग तो यही वोट लेने के बाद सब भूल जाते हैं. 5 साल तक कोई नहीं आते हैं. इसीलिए बदलाव इस बार चाहिए कि BJP आए तो हमें फ्लैट मिले. എന്നിട്ടും നേതാക്കൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇവർ ആവേശത്തോടെ സ്വീകരിക്കുന്നു, വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നു, പറ്റിക്കപ്പെടുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മൂക്കിൻ തുമ്പത്താണ് ഇതുപോലൊരു കാഴ്ച. തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവരെല്ലാവരും നേതാക്കൾക്ക് വേണ്ടപ്പെട്ടവരാകുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശപിക്കപ്പെട്ടവരും. ഈ കിദ്വായ് നഗറിലെ ബംഗാളി ക്യാമ്പിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.